സിംഹരാജന്റെ വിശ്വസ്ത സേവകനായിരുന്നു അണ്ണാറക്കണ്ണൻ. അണ്ണാറക്കണ്ണന്റെ സേവനത്തിൽ സംതൃപ്തനായ സിംഹം അവന്റെ റിട്ടയർമെന്റ് സമയത്ത്, അതായത് ജോലിയിൽ നിന്ന് അവൻ വിരമിക്കുന്ന സമയത്ത് അവനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളുകൾ മുന്നോട്ടേക്ക് പോയി. സിംഹരാജന്റെ പ്രിയപ്പെട്ട അണ്ണാറക്കണ്ണൻ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസം എത്തി. അങ്ങനെ ആ ദിവസം സിംഹം അവന് വേണ്ട ഒരുപാട് ഫ്രൂട്ട്സും ധാന്യങ്ങളും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തു. പക്ഷേ ഈ ധാന്യങ്ങളോ അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളോ അവന് തിന്നാൻ സാധിച്ചില്ല. കാരണം പ്രായമായ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ക്ഷീണങ്ങളും കാരണം അവന് ആ ഒരു പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും സമ്പാദിച്ചു കൂട്ടി അവസാനത്തേക്ക് എന്ന രീതിയിൽ വയ്ക്കുന്ന സമയത്ത് അവസാനം എത്തുമ്പോൾ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്കൊരു ബിരിയാണി കഴിക്കണം, ഒരു സിനിമ കാണണം എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് സമ്പാദിച്ച് കൂട്ടി വെക്കുമ്പോൾ അവസാന നാളുകളിൽ ചിലപ്പോൾ ഇതൊന്നും തിന്നാൻ കഴിയാതെ അല്ലെങ്കിൽ കൂട്ടിവെച്ച സാധനങ്ങൾ അവസാനം തിന്നാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാന നിമിഷം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ ബാധിച്ച് ചിലപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും. പ്രശസ്തമായ ഒരു എപ്പിക്യൂറിയൻ തിയറി, അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ യു മേ ഡൈ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ഒരു പക്ഷേ മരണം ഏത് നിമിഷവും വരാം. നാളെ ഒരു പക്ഷേ നമ്മൾ മരിച്ചാൽ നമുക്ക് സന്തോഷത്തോടു കൂടി മരിക്കാൻ ഇടയാകണമെങ്കിൽ ഓരോ നിമിഷത്തെ സന്തോഷവും നമ്മൾക്ക് ആസ്വദിച്ചാൽ മാത്രമേ ആ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുള്ളൂ. ഹാവ് എ നൈസ് ഡേ.